ഞങ്ങൾക്ക് ഇന്ന് ഉച്ച ക്ലാസ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എല്ലാവരും ഓരോ പരിപാടിയിൽ നിൽക്കുകയാണ്, വെറുതെ ബോറടിച്ചിരിക്കുക. ഗൈസ് നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എടാ പോവാ അപ്പൊ ഗൈസ് ഞങ്ങള് ലോട്ടസ് ടെമ്പിളിൽ പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. പ്ലാൻ ചെയ്ത് ആ ടൈമിന് എല്ലാം കൂടി കോളേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചത് താഴെട്ടാണ്. ഒന്നും ലേറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഗേറ്റ് അടിക്കും. പിന്നെ കോളേജിൽ വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 6 കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ ഇത് കോളേജിൻ്റെ അടുത്തുള്ള ഒരു പുരൻ്റെ ആടാട്ടോ നമ്മൾ വണ്ടി വെക്കുക. അപ്പോൾ വണ്ടീൻ്റെ ചാവി, ഒരു കോമഡി ഉണ്ട്, ചാവി ഈ വണ്ടിമേൽ വെച്ചാ പോയത്. ഇവിടെ ഉണ്ടോ നോക്കട്ടെ, എൻ്റെ വണ്ടിമേൽ ചാവി ഉണ്ടോ നോക്ക്. യൂട്യൂബ് ചാനലാണോ? ഞങ്ങളെ ജൂനിയറാണ് ഗൈസ്. ഞങ്ങൾ ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ടുണ്ട്. കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടില്ല. എങ്ങനെയാ നമുക്ക് കാണാം. ലോട്ടസ് ടെമ്പിൾക്ക് പോവാണ്. റിഫയും റീനും ശാന്തൽക്കും ഉണ്ടല്ലോ. പരിഷ്കാരി ഞങ്ങളെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ശാന്തന്നെ. ഇവിടെ നിങ്ങളുടെ വണ്ടി ഞങ്ങൾ കുമ്മിട്ടിപ്പീടിയാണ് ഇറങ്ങിയാണ്. ഗൂഗിൾ പേ വാങ്ങാം. വില കാണില്ല, കുറെ വെയിറ്റ് ചെയ്യുന്നത്. എവിടെ പോയി അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിന്റെ അവിടെയൊക്കെ റോഡുമേലെ കയറി. ആശ്രമം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. നമ്മളാ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. നമ്മളിങ്ങനെ ഓരോരുത്തർ കോളേജിൽ നിന്നൊക്കെ വരുന്നതും ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണലുണ്ട്. നമ്മളിവിടെ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് കാല് കഴുകണം എന്നൊക്കെ, കാല് കഴുകണം. ഇവിടെ അവിടെ ഒരുത്തി വ്ളോഗ് എടുക്കുന്നുണ്ട്. കാലിൻ്റെ ഒക്കെ കോല നോക്കി പോയിട്ട് ചളി ഉണ്ടല്ലോ. മുഫുവിന്റെ വിചാരം മക്കാമിലേക്കായിട്ടാണ് വന്നതെന്നാണ്. എന്നിട്ട് തലയിലിടാനൊക്കെ പറയുന്നുണ്ട്. കാലി പൊള്ളുന്ന കണ്ണാ പിന്തേത് പണിയാ ചെയ്യുന്നേ. നമുക്ക് ഇതിലൂടെ എടുക്കാം. തല്ല കൂടാ. ഇതാണ് നല്ല വെയില. എല്ലാവരും ഇതാ പോകുന്നു. ഇവിടുന്ന് ആരും മിണ്ടരുതെന്നൊക്കെ കാണാല്ലേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. ഇവിടെ എന്താ രജിസ്റ്റർ ഒക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് ആടെ ഇല്ല, നമുക്ക് ആടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടീന് കേട്ടോ. അപ്പോൾ ഇവിടെ സൈലൻ്റ് ആണ്, പറഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെ വീഡിയോ ഒക്കെ വേണ്ടിണ്ടല്ലോ ആളുണ്ട് ഈറ്റിങ്ങൾ. നല്ല എന്താ പറയുക, മെയിനായിട്ട് ഈ ഒരു ഇത് ഉള്ളൂ കേട്ടോ. ഇവിടെ നിശബ്ദത പാലിക്കുക എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ശാന്താണെങ്കിൽ കരയെന്നിങ്ങനെ ചെല്ലും. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തോ പെയിന്റിങ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അന്ന് നമ്മൾ പോയില്ലേ മാർബിൾ ഉള്ളൊരു സ്ഥലം, അവിടെ മാതിരി ഉണ്ട്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇവിടെ മണലാണ് കേട്ടോ നിലത്തൊക്കെ. ശാന്ത എന്തോന്ന് പറയണ്ടേടാ? ഇവിടെ കുറെ കുറ്റി ഉണ്ട്. അപ്പൊ കുറ്റിപ്പിടുത്തം കളിക്കാന്നൊക്കെ പറയുന്നുണ്ട് ശാന്ത. ഈ മണി എന്തിനടിക്ക
അത് നമ്മൾ ഇവിടുത്തെ പ്രധാന പ്രാർത്ഥന കർമ്മം നടക്കുന്ന സമയത്ത് ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പള്ളിയിലൊക്കെ ഉള്ളതല്ലേ, നമ്മളെ ആളെ ശ്രദ്ധീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മണിയാണിത്. ഇവിടെ കുറേ തൂണുകൾ. അങ്ങോട്ടൊന്നും നമ്മൾ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോയാലേ അതോ അങ്ങനത്തെ ഒരു വഴിയുണ്ട്. ഒരാൾ ഞങ്ങൾക്ക് ഫോട്ടോൻ്റെ എന്തോ പൊസിഷൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ബീച്ച് പോലെ ഇവിടെ എവിടുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ, എവിടുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അങ്ങനെ കണ്ടിട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾ കണ്ടില്ലല്ലോ. അതിൻ്റെ ആ നിങ്ങൾ എന്നോട് നിന്നിട്ട് അതാ ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തത് ഞങ്ങൾക്ക് അറിയില്ല. ആ സൈഡില്ലേ നടക്കുന്ന വഴിയില്ല ഇങ്ങനെ എടി ഓരോന്ന് എടുത്താൽ നോട്ടെ. ഈ ചുറ്റുവഴിയില്ലേ, അങ്ങനെയൊന്നും ഇരിക്കല്ലേ, ആടെ ഒന്നും ഇരിക്കരുത്. ഇതിനും ചീത്തട്ടെ കേസ്. ഇവിടെ ഇരിക്കാൻ നിൽക്കാൻ എടുക്കാനൊന്നും പറ്റൂല. തിരിച്ചു പോവാം. നല്ല ആകാശം. ഫോട്ടോക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കാണ് എല്ലാവരും. മാവ് പൂത്തില്ല, മറ്റേത് പൂത്തിക്കുണ്ട്. ഇതാ വേറൊരു വ്ളോഗർ. ഇവിടെ സാധാരണ നല്ല തിരക്കുണ്ടാവുന്നുണ്ട്, ഇന്ന് അങ്ങനെ ആൾക്കാരില്ല. എല്ലാവരും വന്ന് പോയോണ്ട് അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അവളെ മാവുമ്മ തൂങ്ങുന്ന എന്തോ ഏതോ തുറന്നൊക്കെ നോക്കുന്നുണ്ട്. നോ അഡ്മിഷൻ നാടി മൊയിൻ്റെ എഴുതി വെച്ച് ഇതൊക്കെ നോ അഡ്മിഷൻ എഴുതി വെച്ച് ആടെ പോയിട്ട് പറയാം അവിടെ അഡ്മിഷൻ എടുക്കണമെന്ന്. ഇവളെ പോലൊരു പൊട്ടത്തി എടി ആടെ എഴുതി വെച്ച് കണ്ടില്ലേ നോ അഡ്മിഷന്. അവിടെ തല്ലൊക്കെയാണ്. തമ്പലൈന് ഷൂട്ട് ചെയ്യാണ്. എന്തോ പ്രാണി, എന്തോ ഒരു ജീവിണ്ട്, അതിനെ ഉപദ്രവിക്കാണ്. ഇങ്ങനെ ഞാനില്ലൊന്നില്ലട്ടോ, മണല് വരുന്നേ ഉള്ളൂ. അതിനെ കൊല്ലുന്നത് ഇത്രയും ക്രൂരരാവല്, മനസ്സിലായോ? തമ്പിനേൽ എടുക്കാൻ വേണ്ടിട്ട് അഭിനയിക്കാം. ഇതാണ് നമ്മളെ ഫോട്ടോഗ്രാഫർ. അപ്പം ഞങ്ങൾ കാണിച്ചിട്ട് എന്തൊക്കെ പ്ലാനൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുന്നത്. നമുക്ക് വെയിലാണല്ലോ ഗൈസ്, കാല് പൊള്ളുന്നു. ഇവിടെ നമ്മളെ വീട്ട് ആരും നട്ടുച്ചക്ക് വരില്ലല്ലോ, വൈകുന്നേരമൊക്കെ ആയിക്കല്ലേ വരിക. അപ്പോൾ ഇരിക്കാൻ പറ്റിയ ചെയർ ഈ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാണ് ടെമ്പിൾ. ഫുൾ വ്യൂ കണ്ടു. നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ടെമ്പിൾ ഫുള്ളായിട്ട് കാണാം. ഒരു ശാന്തമായ ഏരിയ കേട്ടോ അത്. അതുപോലെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ഓലൊക്കെ എന്തോ റീലൊക്കെ എടുക്കുന്ന പ്ലാനുണ്ട്. അപ്പോൾ നമുക്കതും കൂടി കാണിച്ചു തരാം. കുഴപ്പമില്ലേ, വ്ളോഗ് എടുത്തൊരു പോക്ക. പിന്നെ ഓളെ കാണില്ല, കണ്ടോ ഒറ്റക്കതാ. ഇവിടെ നിന്ന് എടുത്തു നോക്ക് ഫോട്ടോ. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, പുഷ്പാഞ്ജലി സെൻറ്റർ. ഫോട്ടോ എടുക്കാം. എവിടെ പോയാലും നമുക്ക് മെയിൻ ഫോട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, ഞങ്ങൾക്കും അങ്ങനെ തന്നെ. ശാന്ത മോഡലാക്കി വെള്ളം കുടിക്കുന്നത് എടുക്കാൻ വന്ന് അതിന് പറയാണ്ട് നമുക്ക് പല്ലുവേദനയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരണോ? കാണിച്ചെടുക്കുക. അങ്ങനെ ഇനി കാണിച്ചു തന്നെ നേരത്തെ ഇവിടെ കാരക്കോ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്നത് തിരിച്ചിട്ടോ നമുക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങിയിട്ടതാ. ഇവിടുന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു. ചായപ്പീടി ഉണ്ട്, ചായ കുടിക്കാൻ. ഇവിടെ അടുത്ത് കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചായ ഒന്നോ രണ്ടോ ഞാൻ ഇരുന്നു ഞങ്ങൾ വരുന്നവരെ. ഹായ്, മീനൊക്കെ ഉണ്ട് അങ്ങോട്ട്. ഒരെന്താ വാങ്ങുന്നത് നോക്കട്ടെ. മീനെ കാണിച്ചു.
കളർഫുൾ മീനൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളത് സോഡ സർബത്ത്, നാരങ്ങ സോഡ, മിൽക്ക് സർബത്ത്, സംഭാരം, മോര് സോഡ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്താ വാങ്ങുന്നതെന്ന് ആയിരിക്കും. നിങ്ങളെന്താ വാങ്ങുന്നത്? ഞാൻ പറഞ്ഞു അവരോട്. മോര് സോഡയിൽ മോര് ഒഴിച്ചിട്ട് എന്നാ ബാ. മീനൊക്കെ കാണിച്ചു കൊടുത്ത് ഇവളിതേതാ. ഞങ്ങളങ്ങനെ പോവാണ്. നല്ല ഒരു മരമൊക്കെ ഉണ്ട്. സംഭവം ഒരു വൈബ് സ്ഥലം. പക്ഷെ അതിന്റെ മുകളിലേക്കൊന്നും നമ്മക്ക് എൻട്രി ഉണ്ടാവും. വണ്ടി മോഡൽ എടുത്തോട്ടെ. മോഡലേ വണ്ടി എടുത്തോ. ആൽമച്ചിട്ടോ മോഡലാണ് ഇനി വണ്ടി എടുക്കാൻ പോകുന്നത്.